ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ ആൻഡമാൻ കടലിനു മുകളിൽ രൂപപ്പെട്ട ചക്രവാതച്ചുഴി ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം. ന്യൂനമർദ്ദം 3-4 ദിവസത്തിനുള്ളിൽ വടക്കൻ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരത്ത് എത്തിച്ചേരാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നു. സംസ്ഥാനത്ത് 2-3 ദിവസം മഴ കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയതോ ഇടത്തരം രീതിയിലുള്ളതോ ആയ മഴ ലഭിച്ചേക്കും. മഴ കുറഞ്ഞതിനാൽ പകൽ താപനില കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഉയരാൻ സാധ്യതയുണ്ട്. മഴ കുറഞ്ഞതോടെ സംസ്ഥാനത്ത് തണുപ്പ് ചെറുതായി വന്നു തുടങ്ങിയിട്ടുമുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം സ്റ്റേഷനുകളിൽ കുറഞ്ഞ താപനില ആദ്യമായി സാധാരണയിൽ കുറവ് രേഖപ്പെടുത്തി. അതേസമയം ന്യൂനമർദ്ദം തീരത്തോട് അടുക്കുന്നതോടെ സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തിപ്പെടും. നിലവിൽ ബുധനാഴ്ച മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. ആയതിനാൽ വിവിധ ജില്ലകളിലായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മധ്യ-വടക്കൻ കേരളത്തിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. അതിനിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട് കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ എത്തിയ ന്യൂനമർദ്ദം പടിഞ്ഞാറു ദിശയിൽ നീങ്ങി ശക്തി കുറഞ്ഞ് ചക്രവാതച്ചുഴിയായി മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.